ഗാന്ധിജിയെക്കുറിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നടത്തിയ പരാമർശം വിവാദമായിരിക്കുകയാണല്ലോ. ഗാന്ധിജിയെക്കുറിച്ചോ ഇന്ത്യയുടെ പാരമ്പര്യത്തെക്കുറിച്ചോ ഇന്ത്യൻ രാഷ്ട്രീയ ചരിത്രത്തെക്കുറിച്ചോ ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമര പാരമ്പര്യങ്ങളെക്കുറിച്ചോ ഒരു ധാരണയും ഇല്ലാത്ത ആളാണ് നരേന്ദ്രമോദി. 1982 സിനിമ പുറത്തു വന്നതിന് ശേഷമാണ് ഗാന്ധിജിയെ ലോകം അറിയുന്നത്. നെൽസൺ മണ്ടേലയെപ്പോലെ, മാർട്ടിൻ ലൂതർ കിങ്ങിനെ പോലെ പ്രശസ്തനാകേണ്ട ആളായിരുന്നു ഗാന്ധിജി. പക്ഷേ അദ്ദേഹത്തെ പ്രൊമോട്ട് ചെയ്യുന്നതിൽ കോൺഗ്രസ് പരാജയപ്പെട്ടു. ഇതാണ് നരേന്ദ്രമോദി പറഞ്ഞതിൻ്റെ രത്നച്ചുരുക്കം. ഗാന്ധിജിയുടെ പൂർണ്ണമായ പേര് പറയാൻ പോലും അറിയാത്ത ആളാണ് നരേന്ദ്രമോദി എന്ന് മുമ്പ് തെളിയിച്ചതാണ്. അദ്ദേഹം മോഹൻലാൽ കരംചന്ദ് ഗാന്ധി എന്നാണ് ഗാന്ധിജിയെപ്പറ്റി പറയുന്നത്. ഗാന്ധിജിയെപ്പറ്റി ആഭ്യന്തരമന്ത്രിയായ അമിത്ഷാ ഒരിക്കൽ പറഞ്ഞത് ഗാന്ധിജി ഒരു ബനിയ ആയിരുന്നു എന്നാണ്. നരേന്ദ്രമോദി പറഞ്ഞത് ഏറ്റവും വലിയ വിഡ്ഢിത്തമാണ്. 1915 ജനുവരി 9 ശനിയാഴ്ച 9 മണിക്കാണ് SS അറേബ്യ എന്ന കപ്പലിൽ ഗാന്ധിജി 2 പതിറ്റാണ്ട് കാലത്തെ വിദേശവാസത്തിന് ശേഷം ഇന്ത്യയിലേക്ക് തിരിച്ചെത്തുന്നത്. പിന്നീട് ഇന്ത്യയുടെയും ലോകത്തിൻ്റെയും ചരിത്രത്തിൽ മുദ്ര പതിപ്പിച്ച ആളാണ് ഗാന്ധിജി. ഗാന്ധിജി അന്ന് ജീവിച്ചിരുന്ന ടോൾസ്റ്റോയി ഉൾപ്പെടെയുള്ള വിഖ്യാതരായ ആളുകളുമായി നിരന്തരം എഴുത്തുകുത്തുകൾ നടത്തിയിരുന്നു. ടോൾസ്റ്റോയിൽ നിന്നാണ് നോൺ വയലൻസ് എന്ന് പറയുന്ന ആശയം പോലും ഗാന്ധിജി സ്വീകരിക്കുന്നത്. മാർട്ടിൻ ലൂതർ കിങ്ങും അതുപോലെ നെൽസൺ മണ്ടേലയും ഗാന്ധിജിയുടെ ആരാധകരായിരുന്നു. ലോകമൊട്ടാകെ ഗാന്ധിജി അറിയപ്പെട്ടിരുന്നു. 1982 സിനിമ വന്നതിന് ശേഷം ഇദ്ദേഹം ആരാണെന്ന് ലോകം ചോദിച്ചു എന്നത് പച്ചക്കള്ളമാണ്. ഗാന്ധിജിയെ ഇകഴ്ത്തുവാനും കോൺഗ്രസിനെ ചെറുതാക്കുവാനും സ്വയം ചെറുതാക്കുവാനും നരേന്ദ്രമോദി നടത്തിയ ഒരു പ്രസ്താവന മാത്രമാണ്. 1930 മാൻ ഓഫ് ദ ഇയറായി ഗാന്ധിജിയെ ടൈം മാഗസിൻ തിരഞ്ഞെടുക്കുന്നുണ്ട്. 1931 ജനുവരി ലക്കത്തിലെ കവർ ചിത്രം ഗാന്ധിജിയായിരുന്നു. ജോർജ് ബെർണാഡ് ഷാ അതുപോലെ ആൽബർട്ട് ഐൻസ്റ്റീൻ തുടങ്ങിയ ശാസ്ത്ര സാഹിത്യ മേഖലകളിൽ കുലപതികളായി വിരാജിച്ച ആളുകൾ ഗാന്ധിജിയെ പുകഴ്ത്തിയിട്ടുണ്ട്. ആ സമയങ്ങളിലൊക്കെ ഗാന്ധിജി ലോക പ്രശസ്തനായിരുന്നു. 1969 ഗാന്ധിജിയുടെ ജന്മശതാബ്ദി ആകുമ്പോൾ 40ഓളം രാജ്യങ്ങൾ ഗാന്ധിജിയുടെ പേരിൽ സ്റ്റാമ്പ് പുറത്തിറക്കിയിരുന്നു. സ്വാതന്ത്ര്യ സമരം കൊടുമ്പിരിക്കൊള്ളുന്ന ഘട്ടമെത്തുമ്പോഴേക്കും ഗാന്ധിജി പ്രശസ്തിയുടെ കൊടുമുടിയിൽ എത്തിയിരുന്നു. ലണ്ടനിൽ അദ്ദേഹം പോകുമ്പോൾ അദ്ദേഹത്തെ കാണാൻ ആബാലവൃദ്ധം ജനങ്ങൾ തടിച്ചുകൂടിയിരുന്നു. ഏറ്റവും വലിയ പോരാട്ടങ്ങൾ അല്ലെങ്കിൽ വിപ്ലവം എന്ന് പറയുന്നത് ദക്ഷിണാഫ്രിക്കയിലെ സ്വാതന്ത്ര്യ സമര പോരാട്ടമാണ്. അതോടൊപ്പം മറ്റൊരു സമരം അമേരിക്കൻ സിവിൽ റൈറ്റ് മൂവ്മെൻ്റാണ്. ഈ 2 മൂവ്മെൻറ്റിൻ്റെയും പ്രചോദനം മഹാത്മാഗാന്ധിയാണ്. മാർട്ടിൻ ലൂതർ കിങ്ങിനും നെൽസൺ മണ്ടേലയ്ക്കും പ്രചോദനം നൽകിയത് ഗാന്ധിജിയുടെ സമരമായിരുന്നു. ഗാന്ധിജിക്ക് ലോകത്തുള്ള മാർക്കറ്റ് ഏറ്റവും കൂടുതൽ തിരിച്ചറിഞ്ഞ ആളാണ് നരേന്ദ്രമോദി. ചൊല്ലുവീൻ ഭവാന്മാരൻ ഗുരുവിൻ നികടത്തിൽ അല്ലായെങ്കിൽ അവിടുത്തെ ചരിത്രം വായിക്കുവീൻ. മറ്റൊരു വിഷയവുമായി അടുത്ത എപ്പിസോഡിൽ. താങ്ക് യു ഫോർ വാച്ചിങ്.